ഒരു പ്രാർത്ഥന രീതി അച്ഛൻ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 10 ദിവസം അടുപ്പിച്ച് അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ല്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്ക്. ഒരു കുഴപ്പമില്ല. പറഞ്ഞൊരു വൈദികനാണ്, നല്ലൊരു സമയമാണ് 3 മണി. പറഞ്ഞതൊരു വൈദികനാണ്, പറഞ്ഞത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി. അത് 10 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കും. 3 മണിക്ക് 2:55 ഇല്ലെങ്കിൽ 2:30 നിങ്ങൾ എഴുന്നേറ്റ് വൃത്തിയായി 3 മണിക്ക് കൃത്യം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി 10 ദിവസം കൃത്യമായിട്ട് ചെല്ലാൻ നമുക്ക് മടിയില്ല. നമ്മൾ ചാടി എഴുന്നേക്കും. എന്നാൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ 7 മണിക്ക് അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ബലിക്ക് പോകാൻ നമുക്ക് പറ്റുന്നുമില്ല, ചെല്ലുന്നില്ല. ചെന്നാലും താമസിച്ചാണ് ചെല്ലുന്നെങ്കിൽ there is something wrong with your spirituality. നിങ്ങളുടെ ആ ക്രിസ്തു മതത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അച്ഛൻ പറയുന്നത് കാലത്തിന്റെ വായനകളോട് ചേർത്ത് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുക അതും പ്രാർത്ഥനയാണ്, അതും പ്രാർത്ഥിക്കുന്നില്ലേ, അതും ആരാധനയല്ലേ. സഭയ്ക്ക് മറ്റ് ഒരു ആരാധനയും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ. സഭയുടെ മക്കള്, സഭയോട് ചേർന്ന് നിൽക്കുന്നവര്, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവര്, ഈശോയെ ഏകരക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറയുന്നവര് ഇത് അംഗീകരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തിരുസഭയ്ക്ക് ഏതൊരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ ആരാധനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ.